ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും കൂടി ബ്ലഡിലോട്ട് പോകണാണ്. ഞങ്ങൾ നാല് പേര് മാത്രമല്ല, ഇനിയും ഒരു 4 പേരുണ്ട്. നമ്മുടെ വണ്ടിയിൽ എല്ലാവർക്കും കൊള്ളാത്തത് കൊണ്ട് തന്നെ 4 പേര് ബസ്സിലും 4 പേര് ഇതേ നമ്മുടെ യദുവിൻ്റെ വണ്ടിക്കുമാണ് പോണത്. നമുക്ക് പോയാലോ? എന്താണ് നിങ്ങൾ ആദ്യമായിട്ടല്ലേ ബ്ലഡിലോട്ട്? അതെ, യദുദേ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് തന്നെയാണ്. ഏത് അറിയാലോ. ഇതേ നമുക്ക് പോവാപ്പ. ഇതേ നമ്മുടെ വണ്ടി ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. കുട്ടൻ റെഡിയാണ്. നമുക്ക് അങ്ങോട്ട് പോയാൽ മതി. ഡിക്കി തുറന്ന് സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സാധനങ്ങൾ വെള്ളം എടുത്തൊരു വെള്ളം അടുത്തേ നമുക്കപ്പോൾ വിട്ടാലോ? വണ്ടി എടുത്തുണ്ട്. നിങ്ങൾ നേരെ വിട്ടത് പെട്രോൾ പമ്പിലോട്ടാണ്. ആദ്യം തന്നെ പെട്രോൾ അടിക്കണ്ടേ. ഇവിടെ നാട്ടിലെ തന്നെ ഏകദേശം റേറ്റ് തന്നെയാണ്. അതെ, പെട്രോൾ അടിച്ച് പകുതി ഹാഫ് ടാങ്കിന് മേലിൽ പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഏകദേശം 40 യൂറോന് പെട്രോൾ അടിച്ചിട്ടുണ്ട്. സത്യത്തിൽ അത്രയും വേണ്ട, അതടിച്ച്. ഇവിടെ ഹൈവേ ആണെങ്കിൽ ഹൈവേ പാസ് വേണം. വിനേത്ത എന്ന് പറയുന്ന ഒരു ഹൈവേ പാസ് വേണം. പെട്രോളും അടിച്ച് ഹൈവേ പാസ് കൊടുത്ത് ഞങ്ങൾ നേരെ ഹൈവേ കയറി. ഇനി നേരെ ബ്ലഡിലോട്ട് അടിച്ച് കിന്നിച്ചാണ്. 100-110 ഹൈവേക്ക് പോകാൻ പറ്റുള്ളൂ. അറിയാല, മിനിമം സ്പീഡ് 100 അപ്പൊ അടിച്ച് പൊളിച്ചിട്ടാണ് പോണത്. അടിപൊളിയായിരുന്നു. നല്ല ഇളയരാജയുടെ പാട്ടും കേട്ട് കഥയും പറഞ്ഞ് നേരെ ബ്ലഡിലോട്ട്. നല്ല വെയിലാണ്ട്. ഇവിടെ രാത്രി ആവണമെങ്കിൽ ഇപ്പോൾ ഏകദേശം 9 മണിയെങ്കിലും ആവണം. ഇവിടെ തുരങ്കമുണ്ട്, നമ്മുടെ കുതിരാന്തുരങ്കം പോലത്തെ ഒരു തുരങ്കം ഇവിടെയും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിട്ടത് ബ്ലഡിലോട്ടാണ്. പക്ഷേ പോണിടക്ക് വണ്ടിക്ക് എന്തോ മിസ്സിങ് കാട്ടി. ഞങ്ങൾ സൈഡിൽ വണ്ടി നിർത്തി എന്താണെന്ന് നോക്കി. വണ്ടിക്ക് എന്ത് പറ്റിയെന്ന് എല്ലാം അറിയാവുന്നവനെ പോലെ ഞാൻ നോക്കി. പക്ഷെ ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി. മിസ്സിങ് മാറിയതിന് ശേഷം വണ്ടി എടുത്ത് ഞങ്ങൾ നേരെ ബ്ലഡിലോട്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് മെയ് 1-ാം തീയതിയാണ്. മെയ് 1-ാം തീയതി ഞങ്ങളിത് പോണത്. തൊഴിലാളി ദിനം ആയതുകൊണ്ടാണെന്ന് പറഞ്ഞൂടെ. ഇവിടെ ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ കടകളൊക്കെ നല്ല കുറവാണ്. റെസ്റ്റോറൻറ്റ്സ് മാത്രമേ ഉള്ളൂ. നല്ല തിരക്ക്. ബ്ലഡിൽ നല്ല തിരക്കുണ്ട്. സ്ലോവേനിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ബ്ലഡ്. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ ബ്ലഡ് എത്തിയാണ്. എല്ലാവരും കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂടി ബ്ലഡ് എത്തിയാണ്. നേരെ അങ്ങോട്ടാണ്. നമ്മൾ കുറച്ച് ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതും കൂടി ചെറിയൊരു പുതപ്പ് കൊടുത്തിട്ടുണ്ട്. പിക്നിക് മൂഡിലാണ് നമ്മൾ പോണത്. അവിടെ പോയിട്ട് ചെറിയ പിക്നിക് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സമയം ഇപ്പം ഏകദേശം 5:35. ഇപ്പോൾ നോക്കിയേ, വെയിൽ നോക്കിയേ. ഇവിടെ ഇപ്പം ഇരുട്ടാവണമെങ്കിൽ ഏകദേശം ഒരു 8 മണി 9 മണിയെങ്കിലും ആവണം. നമുക്കപ്പോൾ അവിടെ പോവാ കുളിക്കുക എന്നുള്ള മൈൻഡിലാണ് ഇവന്മാരൊക്കെ പോണത്. ഞാൻ ഇറങ്ങൂലായിരിക്കും, ഇവരൊക്കെ കുളിക്കുമായിരിക്കും. നമുക്ക് നേരം പോവാം. എൻ്റെ അള്ളിയാ, അത് നോക്കിയേ, വാട്ട് എ ബ്യൂട്ടി. ഇതങ്ങാട് നോക്കിയേ, ഇതെന്താണിത്? ഇതാണ് മോനെ ബ്ലഡ്. സംഭവം വെറുതെ അടിപൊളിയാണല്ലിയാ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പകുതി എത്തിയപ്പോഴൊക്കെ ഇല്ലേ, ഇവിടെ എങ്ങനെയാണ് ടൂറിസം. ഏതു നോക്കിയൊക്കെ പോ. ഇതാണല്ലിയാ നമ്മള് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുളിക്കാൻ പറ്റിയ സ്ഥലം വേണം. നമ്മുടെ കൂടെ ബസ്സിനൊന്നൊരു ടീമും കൂടി ഉണ്ട്. ആ ടീമിനെയും കൂടി കണ്ടുകൂട്ടണം. എന്നാലേ നമുക്കൊരു സ്പോട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും ഇങ്ങനെ പോകണതാണ്. ഇപ്പുറം മൊത്തം ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്സ്. ഇപ്പോൾ ആൾക്കാർ കിടക്കണത് മൊത്തം സ്പോട്ട് അന്വേഷണം നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ ലേക്കാണ്. ഇതിന്റെ പേര് ലേക്ക് ബ്ലഡ്. അതാണ് നല്ല വലിയൊരു ലേക്ക്. നടുക്കൊരു പള്ളിയുമുണ്ട്. അമ്മ അങ്ങനെ ബാക്കിയുള്ള ചവറൂട്ടത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചേച്ചി കണ്ട, ചേച്ചി കണ്ണടയൊക്കെ വെച്ചാൽ വന്നത്. അപ്പുറത്തെ ചിങ്കിപ്പുണ്ട്. ചിങ്കി ഹെയ്സിലൊക്കെ അമ്മായിനെപ്പോഴും അമേരിക്കൻ അമ്മായിനെപ്പോഴും നമ്മുടെ പിടിക്കുന്നത് കണ്ടാ. നോക്കിയേ എല്ലാവരും ഉണ്ട്. സഞ്ജന ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടൊക്കെയാണ്. കണ്ടാ, ഫുഡിന്റെ സഞ്ചി എപ്പോഴും കേരളം വന്നെന്ന് കറക്റ്റ് മനസ്സിലാവും. ഇവിടെ ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ, അവർക്ക് കുളിക്കുന്നത് ഇഷ്ടമല്ല, അവര് തുടക്കണ ആൾക്കാരാണ്. ചേച്ചി പറഞ്ഞത് കേട്ടാ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. നിങ്ങളെല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും. ഞങ്ങൾ വന്ന ഈ സ്ഥലം മൊത്തം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സൗണ്ട് മൊത്തം കേൾക്കുന്നുണ്ട്. ആർക്കും തിന്നണ ആരും പിടിക്കാനില്ല. അതിൽ ഓടി വന്ന് പിടിച്ചാണ് തിന്നിട്ട് എനിക്ക് കണ്ടാ. എടി ചിങ്കിത് പിടിച്ചെടി. എന്താണ് തോളത്തിൻ്റെ? ഓ ഗായ്സ്, ഇവിടെ അടിപൊളിയായിട്ടുണ്ട് ഇപ്പൊ കാണാൻ. ടൂറിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട് ഓൾറെഡി. കേരള ഗാങ്ങാണ് ഇവിടെ മൊത്തം. ഇതേ കണ്ടില്ലേ, കണ്ട. ഇതെന്താണ് ഞങ്ങള് വന്നെന്ന് ഇനി ഇവിടെ ആരും അറിയാനില്ല. അത്രയും ബഹളമാണ്. അതിവിടെ കണ്ണാക്കി ഇത്തറുണ്ട്.
യദുവിനെ കണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതാണ് എന്റെ അവസ്ഥ. അവിടെ ലവിന്റെ ഒരു സിമ്പിൾ ഉണ്ടായിരുന്നു. എല്ലാവരും ലവേഴ്സ് എല്ലാവരും എന്റെ നടുക്ക് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഫോട്ടോ എടുക്കണമെന്ന്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ചെക്കനില്ല എന്ന് മാത്രമേ ഉള്ളൂ പ്രശ്നം. എന്നിട്ടളിയാ ഇതാണ് സമാധാനം. എന്താ ഡിപ്പെൻസ് അല്ലോ എന്നറിയോ? നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ മലയാള സിനിമയിലുള്ള ആൾക്കാരോടാണ് പറയണത്, ഇത്രയും മനോഹരമായ സ്ഥലം, സ്വിറ്റ്സർലാൻഡ് പോലെ ഇരിക്കുന്ന സ്ഥലമാണ് സ്ലോവേനിയ. ഇവിടെ വന്ന് സിനിമ എടുക്ക്, എന്നിട്ട് എനിക്കും ഒരു അവസരം എന്താ, അതാണ് എനിക്കും പറയാനുള്ളത്. ഞങ്ങൾ നേരെ വിട്ട് പോണ വഴി ഇതേ കുതിരവണ്ടിയൊക്കെ കാണാം. അത് കഴിഞ്ഞ് ഞങ്ങൾ കുളിക്കണ സ്പോട്ട് അന്വേഷിച്ചിട്ടാണല്ലോ പോയത്. ഞങ്ങൾക്ക് കുളിക്കണ സ്പോട്ട് എൻ്റെ ഇത്ര സമാധാനമുള്ള സ്ഥലം ഒന്ന് ചില്ലാവാൻ. ഇത്രയും നാൾ പണിയെടുത്തിട്ട് ഒരു സമാധാനത്തിന് വേണ്ടി ഒരു മാസം ടൂർ പോയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാർ, ഈ ഫോറിനേഴ്സൊക്കെ പണ്ട് ഞാൻ എൻ്റെ ആരോ പറയണതൊക്കെ കേട്ടിട്ടുണ്ട്, ഈ പുറത്തുള്ള ആൾക്കാർക്ക് ഇങ്ങനെയാണ്, ഇത്ര നാളും പണിയെടുക്കുള്ളൂ പിന്നെ ഒരു ലോകം ചുറ്റുന്നു. സത്യം പറഞ്ഞാൽ ലോകം ചുറ്റണ്ടേ? എന്ത് സമാധാനമാണ്. ഉമ്മാരൊക്കെ വെയിലത്ത് വന്ന് കിടക്കണേണ്, ചാടും വെയിലത്തുനിന്ന് കിടക്കും, ചാടും വെയിലത്തുനിന്ന് കിടക്കും. മൊത്തം സ്ട്രെസ് റിലീഫായി പോണാണ്. അത്രയും മനോഹരമായ സ്ഥലം, അത്രയും അടിപൊളി സ്ഥലം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ. എല്ലാവരും അവിടെ എല്ലാം മറന്ന് എൻജോയ് ചെയ്യണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കണ്ടുകൊണ്ട് ആസ്വദിച്ച് എല്ലാവരും ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് അത് ചെറിയ പിള്ളേർ വരും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ പിള്ളേരോട്ട് എല്ലാവരും ആണും പെണ്ണും എല്ലാവരും നീന്തും. സൈഡിൽ കുറച്ച് ഡാൻസ് കളിക്കണത്, സൈഡിൽ കുറച്ചൊരു സൊള്ളാണ്. അപ്പുറം സമാധാനത്തിന് പട്ടിയായിട്ട് വന്നിരിക്കണത്. എപ്പുറം ഇപ്പുറം നോക്കിയാലും നമുക്ക് നല്ല കാഴ്ചകൾ മാത്രം കാണുള്ളൂ. എല്ലാത്തിനും റെഡിയാക്കി പ്രകൃതിനെ സംരക്ഷിക്കണോണ്ടാണല്ലോ പ്രകൃതിയും അങ്ങനെ കൊടുക്കണത്. ഞങ്ങളവിടെ സൈഡിൽ പായൊക്കെ വിരിച്ച് ഒരു ചെറിയ പിക്നിക് മൂഡിൽ പരിപാടി സ്റ്റാർട്ട് ചെയ്ത്. ബ്രെഡിന്റെ നടുക്ക് മറ്റേ പച്ച ചിക്കൻ ഇല്ലേ, അത് വെച്ചിട്ടാണ് തിന്നുന്നത്. അതിന് പേരെന്തോ പറയും, സലാമിയാ, എനിക്ക് അതിന്റെ പേര് കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. ആ സാധനം വെച്ച് കഴിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ചിലവർ ആദ്യം കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ കഴിച്ച്. പഴവും ഉണ്ടായിരുന്നു, ന്യൂട്ടലയും ഉണ്ടായിരുന്നു. കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഈവനിങ്. എന്തായാലും അടിച്ചു പൊളിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് ജസേറോ എന്ന് പറയുന്ന ഒരു ലേക്കിലോട്ടാണ്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു പോണ്ട് ഉണ്ട്. അവിടെ സ്വിമ്മിംഗ് പോണ്ട്, കുളിക്കാൻ വന്ന സ്ഥലമെന്നാണ് കേട്ടത്. ഞങ്ങൾ അങ്ങോട്ട് വിട്ട് പോണ വഴി ഞങ്ങളെ ഞെട്ടിച്ച്. അടിപ്പൻ ഗ്രാമങ്ങളും നമ്മളെ കറക്റ്റ് പാലക്കാട് പോകൂലേ, ആ ഒരു ഫീലായിരുന്നു. അവിടെ എത്തി. പ്രത്യേകിച്ച് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എത്തിയപ്പോൾ വൈകിപ്പോയി. ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ പോയി. കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ എന്തായാലും വന്നതല്ലേ, എല്ലാ സ്ഥലങ്ങളും ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടി ഇറങ്ങി മൊത്തം ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്ത് അവിടെ നിന്ന് നേരെ തിരിച്ച്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടാ. കറക്റ്റ് കുളിക്കാനൊരു കുളം, നമ്മുടെ നാട്ടിലൊക്കെ കുളിക്കണ കുളം പോലത്തെ ഒരു കുളം. പക്ഷെ ഇത് ഭയങ്കര വലിയ കുളമാണ്. ഇല്ല ഡിപ്പൻ മീനുണ്ട്, അത്യാവശ്യം നല്ല ആഴമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ചെറിയ കൊച്ചുങ്ങളൊട്ട് എല്ലാവർക്കും നീന്താൻ അറിയാം. ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ നീന്തണ കാണണം. ഇവിടെയും ഉണ്ട് കുതിര. ഇവിടെ എന്തോ വേറൊരു വെള്ള കുതിര എന്നെ പറയും, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. വെള്ള കുതിരയുണ്ട് ഇവിടെ. അതാണ് ഇവിടുത്തെ എന്തോ ട്രഡീഷനൊക്കെയാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. എല്ലായിടത്തും സ്വിമ്മിങ്ങിന് മറ്റേ ചാടാൻ പറ്റുന്ന സാധനമൊക്കെ വെച്ച് പൊളിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും പൊളി. ഇതാ കെട്ട് കണ്ട, അവിടെ വരെ ആഴമില്ല, അതിൻ്റെ അപ്പുറം നല്ല ആഴമുണ്ടെന്നാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കൊണയൊക്കെ പറഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ട്. എല്ലാവരും കുറേ നേരം പണിയൊന്നുമില്ലല്ലോ. ഈ ഒരാഴ്ച ഫുള്ള് ഹോളിഡേ എന്ന്. ഈ ഒരാഴ്ച ആയിരിക്കും പണി ഉണ്ടായിരുന്നില്ല. ഫുള്ള് ഹോളിഡേയും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ തിരിച്ച് പോണ വഴി ഒരു അടിപ്പൺ സൺസെറ്റ് കണ്ട്. എൻ്റെ അളിയ ജീവിതത്തിൽ കുറേ നാളായ ഒരു സൺസെറ്റ് കണ്ടിട്ട്. ഈ പ്രാവശ്യം ഒരു സൂപ്പർ സൺസെറ്റും കണ്ട്. അവിടെ നിന്ന് ഒരു ചെറിയൊരു പാട്ടും വെച്ച് നേച്ചറും മര്യാദക്ക് എൻജോയ് ചെയ്ത് ഞങ്ങൾ നേരെ പോയി. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഈവനിങ്, ഒരു അടിപ്പൻ സൺസെറ്റ്. കാണണ്ടാ പുള്ളി, എത്ര മനോഹരം ഒരു സൺസെറ്റ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. ബൈ ബൈ.